കൊല്ലം പട്ടത്താനം സ്വദേശിയായ യുവതിയാണ് മക്കളെയും കാമുകനെയും രക്ഷിക്കാൻ കിഡ്നി വിൽക്കാൻ തയ്യാറായത്. ജീവിതം വഴിമുട്ടി സ്വന്തം ജീവൻ ഉറ്റവർക്ക് വേണ്ടി പണയപ്പെടുത്തിയ യുവതിയുടെ കഥ ഇങ്ങനെ. യുവതിയുടെ ആദ്യ ഭർത്താവ് ദിലീപൻ മോഷണക്കേസിലും മയക്കുമരുന്ന് കേസിലും ജയിലിലായതോടെ ഭർത്താവിന്റെ സുഹൃത്ത് ശരത്തുമായി യുവതി അടുപ്പത്തിലായി. ദിലീപൻ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ മറ്റൊരു സ്ത്രീക്കൊപ്പമായി താമസം. യുവതി 2 മക്കളെയും കൂട്ടി ശരത്തിന്റെ ഒപ്പം പോയി. ദിലീപൻ ഇതിനിടയിൽ 2 കല്യാണം കഴിക്കുകയും അവരെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇനി മോഷ്ടിക്കുകയോ മയക്കുമരുന്ന് വിൽക്കുകയോ മദ്യപിക്കുകയോ ചെയ്യില്ലെന്ന ഉറപ്പ് കിട്ടിയ ശേഷമാണ് 5 വർഷം മുമ്പ് തന്റെ തന്നെ പ്രായമുള്ള ശരത്തിന്റെ കൂടെ യുവതി ഇറങ്ങിയത്. ജോലി ചെയ്ത് 2 കുട്ടികളെയും സ്വന്തം മക്കളെപ്പോലെ വളർത്താമെന്നും ശരത്ത് അന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ നാട്ടുകാർ കുമ്പാരി എന്ന് വിളിക്കുന്ന ശരത്ത് ഈ വാക്കുകളൊന്നും പാലിച്ചില്ല. അയാൾ കഞ്ചാവിനും മദ്യത്തിനും വീണ്ടും അടിമയായി. നേരത്തെ ഡ്രൈവറായിരുന്നു ശരത്ത്. ജീവിതം വഴിമുട്ടിയപ്പോൾ ഒരു സ്വകാര്യ ധനമിടപാട് സ്ഥാപനത്തിൽ നിന്നും യുവതി വായ്പയെടുത്ത് ഓട്ടോറിക്ഷ വാങ്ങി ശരത്തിന് നൽകി. ഒരാഴ്ച ഓട്ടോറിക്ഷ ഓടിച്ചു. പ്രതിദിനം 500 രൂപയോളം വരുമാനമുണ്ടായിരുന്നു. എന്നാൽ ചൊവ്വാഴ്ച വൈകുന്നേരം കഞ്ചാവ് സഹിതം ശരത്തിനെ കൂട്ടക്കട മയ്യനാട് റോഡിൽ നിന്ന് എക്സൈസ് സംഘം പിടികൂടി. ഓട്ടോറിക്ഷ കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച രാപ്പകൽ ശരത്തിനെ ജാമ്യത്തിലിറക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു യുവതി. വക്കീൽ ഫീസിനും മറ്റും ശരത്തിന്റെ അമ്മയുടെ മാല പണയപ്പെടുത്തി. ഇതിനിടെയാണ് യുവതി കിഡ്നി വിറ്റ കഥ എക്സൈസ് സംഘം അറിയുന്നത്. യുവതിയോട് എക്സൈസ് സംഘം സാഹചര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. വൃക്ക ദാനം ചെയ്യുന്നത് ഒരു ശരിയായ രീതിയിലല്ലെന്നുള്ളൊരു സംശയം ഉണ്ടായതുകൊണ്ടാണ് ടിയാനെ കൂടുതൽ ചോദ്യം ചെയ്തത്. അതിൽ നിന്നാണ് ഇത് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ടിയാൻ നിരവധി ക്രിമിനൽ കേസുകൾ 12ഓളം മോഷണ കേസുകളുടെ പ്രതിയാണ് ടി ശരത്ത് എന്ന് പറയുന്ന ആൾ. അപ്പോൾ ടിയാനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ശരത്ത് കോട്ടയത്ത് ഒരാളുടെ വീട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു. O പോസിറ്റീവ് രക്തഗ്രൂപ്പുള്ളവരുടെ വൃക്ക ആവശ്യമുണ്ടെന്നാവശ്യപ്പെട്ട് അദ്ദേഹം പത്രപരസ്യം നൽകി. അങ്ങനെയാണ് യുവതി തന്റെ വൃക്ക നൽകാനുള്ള സന്നദ്ധത അവരെ അറിയിച്ചത്. കൊച്ചിയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഇത് സംബന്ധിച്ച പരിശോധനകളെല്ലാം പൂർത്തിയാക്കി. കിഡ്നി വിൽക്കാനുള്ള സഹായങ്ങളെല്ലാം ചെയ്യാൻ ശരത്തും ഒപ്പമുണ്ടായിരുന്നു. അവർ നമുക്കിപ്പം പൈസ തരണമെന്ന് പോലും ഇല്ല. നമ്മൾ അവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. കാരണം 2 പെൺപിള്ളേരായ കല്യാണം പോലും കഴിഞ്ഞല്ല 2 കുട്ടികളുടെ. എങ്ങനെയെങ്കിലും സമാധാനപരമായിട്ട് ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ളൊരു കാര്യമാണ്. അച്ഛനും അമ്മയും നേരത്തെ മരിച്ച യുവതിക്ക് 2 സഹോദരന്മാരുണ്ട്. വിദേശത്തുള്ള അവരുമായി ബന്ധമൊന്നുമില്ല. ശരത്തിന്റെ പേരിൽ കൊല്ലം ഈസ്റ്റ് പോലീസിൽ 8ഓളം കേസുകളുണ്ട്. മക്കളെ പോറ്റാനും കേസിൽ കുടുങ്ങിക്കിടക്കുന്ന ശരത്തിനെ രക്ഷിക്കാനും പണം വേണം. കിഡ്നി വിറ്റ് കിട്ടുന്ന പണം ഉപയോഗിച്ച് ഇതെല്ലാം നടക്കുമെന്നാണ് യുവതി കരുതുന്നത്. എന്നാൽ അടിക്കടി കേസിൽപ്പെടുന്ന ശരത്തിന്റെ രീതികൾ ഇതിന് തിരിച്ചടിയാകുമോ എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സംശയമുണ്ട്.